ശബരിമലയിൽ ഇന്നലെ ദർശനം നടത്തിയത് 99,149 തീർത്ഥാടകരാണ്. മകരവിളക്കിന് വേണ്ടി നട തുറന്നതിന് ശേഷം ഇതുവരെ 5 ലക്ഷത്തിലധികം തീർത്ഥാടകർ ദർശനം നടത്തി. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. സനോജ സുരേന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സനോജ, ഗുഡ് മോർണിംഗ്. സനോജ, ഓരോ ദിവസം ചെല്ലുന്നതോറും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. എങ്ങനെയാണ് ശബരിമല വിശേഷങ്ങൾ? ഇന്നത്തെ പ്രത്യേക വിശേഷങ്ങൾ എന്തൊക്കെയാണ് സനോജ? ഭദ്ര, കഴിഞ്ഞ 3 ദിവസം അവധി ദിവസമായിരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 3 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തി മടങ്ങിയത് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസത്തെ കണക്കുകൾ പ്രകാരം 3 ലക്ഷത്തോളം തീർത്ഥാടകർ. ഇന്നലെ മാത്രം 99,149 തീർത്ഥാടകർ ദർശനം നടത്തി എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ 3-ാം തീയതി തൊട്ട് തലേ ദിവസം 1,859 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. 2-ാം തീയതി 98,425 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. കണക്ക് കൂട്ടുമ്പോൾ 3 ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ 3 ദിവസം കൊണ്ട് ദർശനം നടത്തി മലയിറങ്ങിയിരിക്കുന്നു. അത്രമേൽ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. അവധി ദിവസങ്ങളായതുകൊണ്ട് തന്നെ മന്നം ജയന്തിയും പിന്നാലെ ശനി ഞായർ ദിവസങ്ങളായതുകൊണ്ട് തന്നെയാണ് ഈ തീർത്ഥാടകരുടെ വർദ്ധിച്ചതിലുള്ള തിരക്ക് അനുഭവപ്പെട്ടത്. ഇപ്പോൾ ഉഷപൂജയ്ക്കായി ക്ഷേത്രനട അല്പസമയത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തീർത്ഥാടകർക്ക് ദർശനത്തിനുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും തീർത്ഥാടകർ ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. ഉഷപൂജ ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സന്നിധാനത്ത്. എന്തായാലും തീർത്ഥാടകരുടെ ഒരു പ്രവാഹം എന്ന് വേണമെങ്കിൽ പറയാം. ഈ മകരവിളക്കിന് നട തുറന്നതിന് ശേഷം ഇതുവരെ 5.5 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ദർശനം നടത്തിയിട്ടുള്ളത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യ ദിവസം തന്നെ 57,000-ൽ പരം തീർത്ഥാടകർ ദർശനം നടത്തിയിരുന്നു. ഇപ്പോൾ ഇന്നലെയാണെങ്കിൽ 99,000-ന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അത് 1 ലക്ഷവും കടന്നു. അങ്ങനെ തീർത്ഥാടകരുടെ തിരക്ക് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൊതുവെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒപ്പം തന്നെ കർണാടകയിൽ നിന്നുമുള്ള തീർത്ഥാടകരാണ് അധികമായും സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യമാണ്. ഒരു പക്ഷേ 1, 2, 3 ദിവസവും ഈ കഴിഞ്ഞ 3 ദിവസങ്ങൾ ഉണ്ടായ അത്രയും തിരക്ക് വന്നില്ല എങ്കിൽ കൂടിയും 90,000, 80,000-ന് മുകളിലും തീർത്ഥാടകർ വന്നു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. ഒപ്പം തന്നെ അതിനുശേഷം മകരവിളക്ക് അടുക്കുന്നതോടുകൂടി പേട്ടതുള്ളൽ വരികയാണ്. ഒപ്പം തന്നെ മറ്റ് വിശേഷ പൂജകളൊക്കെ തന്നെ വരികയാണ്. മകരവിളക്ക് അടുക്കുന്ന ദിവസങ്ങളിൽ തന്നെ തീർത്ഥാടകരുടെ വീണ്ടും വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. പ്രത്യേകിച്ച് മകരവിളക്ക് ദർശിക്കാൻ വേണ്ടി ആ ദിവസങ്ങളിൽ ഈ മല കയറിയ തീർത്ഥാടകർ പർണശാലകൾ കെട്ടി സന്നിധാനത്ത് തമ്പടിച്ച് താമസം തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ പ്രദേശമാകെ തീർത്ഥാടകരെ കൊണ്ട് നിറയുന്ന സാഹചര്യം ഉണ്ടാവും. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളും മുന്നൊരുക്കങ്ങളും എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇന്നലെയാണെങ്കിൽ മകരവിളക്കിന് ശേഷം തീർത്ഥാടകർ മലയിറങ്ങി നാടുകളിലേക്ക് മടങ്ങുമ്പോൾ അവർക്ക് നാടുകളിൽ സുരക്ഷിതമായി എത്തുന്നതിന്റെ ഭാഗമായി KSRTC എന്തൊക്കെ സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ട് KSRTCയുടെ ഒരു അവലോകന യോഗവും ഇന്നലെ പമ്പയിൽ മന്ത്രി KB ഗണേഷ് കുമാർ പങ്കെടുത്തുകൊണ്ട് നടന്നിരുന്നു. അങ്ങനെ വിപുലമായ മുന്നൊരുക്കങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ ഇവിടെ എടുക്കേണ്ട മുന്നൊരുക്കങ്ങൾ, നടപടികൾ, നിയന്ത്രണങ്ങളൊക്കെ തന്നെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും സന്നിധാനത്ത് ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. സന്നിധാനത്തേക്ക് ഇപ്പോൾ തീർത്ഥാടകരുടെ പ്രവാഹമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭദ്ര.